മതി മതി. ഹലോ, നമസ്കാരം. വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ളോഗ്. ഇന്നത്തെ വ്ളോഗ് വീട്ടിലെ വിശേഷങ്ങളൊന്നും അല്ല കേട്ടോ. ഇന്ന് നമ്മൾ ചെന്നൈയിൽ നമ്മൾ കുറേ നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു സ്ഥലത്തേക്കുള്ള യാത്രയാണ്. ഒരുപാട് ദൂരത്തേക്കൊന്നുമല്ല, തൊട്ടടുത്ത് തന്നെയാണ്, ഏകദേശം 1 hour ദൂരത്തിലേക്ക്. കുറേ നാളുകളായിട്ട് ആഗ്രഹിക്കുന്നു പാർത്ഥസാരഥി ടെമ്പിളിലൊന്ന് പോകണമെന്ന്. ട്രിപ്ലിക്കേനിലാണത്. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 1 hour ദൂരമുണ്ട്. അപ്പോൾ സൺഡേ ആണത് പ്ലാൻ ചെയ്ത് വയ്ക്കാറ് നമ്മൾ ടെമ്പിൾ വിസിറ്റൊക്കെ. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ്. അങ്ങനെ 2 ദിവസം മുന്നേ തന്നെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒന്ന് പോകാനായിട്ട്. അങ്ങനെ രാവിലെ 8:15 ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. ഇന്ന് പൊതുവേ ചെന്നൈയിൽ അത്യാവശ്യം നല്ല കാലാവസ്ഥയായിട്ടാണ് കാണുന്നത്. രാവിലെയും വലിയ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്കൊരു ബ്രേക്ക് പോലെ ചില ദിവസങ്ങളിലൊക്കെ ചൂട് അത്യാവശ്യം കുറവാട്ടോ. അപ്പോൾ ഞാൻ വണ്ടിയിലിരുന്നൊരു ഇൻട്രോ എടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു. പക്ഷേ എനിക്കെന്തോ അതൊരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ക്ഷേത്രത്തിന് കുറേ പ്രത്യേകതകളുണ്ട്. അതിലൊന്നാണ് 108 ദിവ്യദേശങ്ങളിൽ ഒന്നാണിത് കേട്ടോ. അപ്പോൾ നമ്മുടെ മനുഷ്യായുസിൽ, ഒരാളുടെ മനുഷ്യായുസിൽ 108 ദിവ്യദേശങ്ങളും പോയി കണ്ട് വണങ്ങാൻ സാധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ബ്ലെസ്സിങ് ആയിട്ടാണ് നമ്മൾ ഹിന്ദു വിശ്വാസപ്രകാരം കണക്കാക്കപ്പെടുന്നത്. ഞങ്ങൾക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ചെന്നൈയിലായതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് തമിഴ്നാട്ടിലുള്ള കുറേ അമ്പലങ്ങളൊക്കെ നമുക്ക് പോകാൻ പറ്റാറുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ട് ദിവ്യദേശങ്ങൾ ആയിട്ടുള്ള അമ്പലങ്ങളിൽ പോകുന്നത് കാഞ്ചീപുരത്ത് പോകുമ്പോഴാണ്. ചെന്നൈയിൽ വന്നിട്ട് ആദ്യമായിട്ട് ചെന്നൈ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് എന്നെ ഷൈജേട്ടൻ കൊണ്ടുപോയത് കാഞ്ചീപുരത്തേക്കാണ്. അപ്പോൾ അവിടെ ദിവ്യദേശങ്ങൾ അടുത്തടുത്തായിട്ട് കുറേ അമ്പലങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയി തൊഴാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് ഇതുപോലെ ഇടയ്ക്കിടയ്ക്കായിട്ട് പല സ്ഥലങ്ങളിലും നമ്മൾ പോകുമ്പോൾ ആണ് അറിയുന്നത് ഇത് ദിവ്യദേശം 108 ദിവ്യദേശങ്ങളിൽ ഒന്നാണെന്ന്. അപ്പോൾ ഞാനതൊക്കെ സെർച്ച് ചെയ്ത് അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്തും പോവാറുണ്ട്. അതിലൊന്നാണ് നമ്മൾ ഇന്ന് പോകുന്ന പാർത്ഥസാരഥി ടെമ്പിൾ. ഇവിടെ തമിഴിൽ പെരുമാൾ എന്ന് പറയുന്നത് വിഷ്ണു എന്നുള്ള കൺസെപ്റ്റിലാണ് കേട്ടോ. അപ്പോൾ പാർത്ഥസാരഥി പെരുമാളിനെയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. പാർത്ഥസാരഥി ആയിട്ടാണ് ഇവിടെ ആ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത്. അങ്ങനെ ഈ അമ്പലത്തിൽ വേറൊരു പ്രത്യേകതയും കൂടെ ഉണ്ട് കേട്ടോ. അതെന്തായാലും ഞാൻ തൊഴുത് വന്നിട്ട് പറയാമേ. നമ്മളിപ്പോൾ പോകുന്നത് ട്രിപ്ലിക്കേൻ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അവിടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ മറീന ബീച്ചൊക്കെ. അപ്പോൾ മറീന ബീച്ചും കൂടെ ആ ബീച്ച് റോഡിൽ കൂടെയാണ് നമ്മൾ അമ്പലത്തിലേക്ക് പോകുന്നത്. രാവിലെ സമയമായതുകൊണ്ട് തന്നെ റോഡും പിന്നെ ആ ബീച്ച് സൈഡിൽ കൂടെ പോകുന്നത് കൊണ്ടും ഒരു പ്രത്യേക ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അവിടെയൊക്കെ കാണാനായിട്ട്. എന്തായാലും എന്തൊക്കെയാണ് പ്രത്യേകതകൾ നമ്മുടെ അമ്പലത്തിൽ എന്നുള്ളതൊക്കെ നമുക്ക് തൊഴുതിറങ്ങിയിട്ട് പറയാം കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് പോയി അമ്പലമൊക്കെ കണ്ടിട്ട് വരാം. അങ്ങനെ ഞങ്ങൾ തൊഴുതിറങ്ങി. ഇപ്പോൾ നമ്മൾ കാണുന്നത് അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗമാണ്. നേരെ ഉള്ളിൽ കാണുന്നത് കൊടിമരമാണ് കേട്ടോ. അത് അങ്ങോട്ടേക്ക് ക്യാമറ ഒന്നും അലൗഡ് അല്ലാത്തതുകൊണ്ട് ഞാനിവിടെ നിന്നാണ് അപ്പോൾ തൊഴുതിറങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിനൊരു ഭയങ്കര സമാധാനം, സന്തോഷം. ഞാൻ പറഞ്ഞൊരു പ്രത്യേകത ഉണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നോ? അതെന്താണെന്ന് വെച്ചാൽ സ്വാമിയുടെ ആ രൂപം മീശയുള്ളൊരു രൂപമാണ് കേട്ടോ. അത് ഞാനിവിടെ കാണിക്കാമേ. നമ്മളങ്ങനെ കണ്ടധികം പരിചയിച്ചിട്ടില്ല അങ്ങനെ ഒരു രൂപം. പാർത്ഥസാരഥി എന്നുള്ളൊരു കൺസെപ്റ്റിൽ നമുക്ക് എന്ത് കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും ഭഗവാനോട് പറയാം എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. ഞാനിവിടെ വന്നപ്പോൾ അതെല്ലാം ഭഗവാൻ തീർത്തു തരും. കാരണം അർജുനന് സാരഥിയായിട്ട് നിന്ന് ഗീത മുഴുവനും ഉപദേശിച്ച ആ ഒരു കൺസെപ്റ്റിലാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. അപ്പോൾ അത് കഴിഞ്ഞ് തൊഴുതിറങ്ങിയിട്ട് ഫ്രണ്ടിൽ തന്നെയാണ് കേട്ടോ ഇതുപോലെ പാർക്കിംഗ് ഉള്ളത്. അപ്പോൾ നമുക്ക് ദൈവം സഹായിച്ച് ഇവിടെ ഒരു പാർക്കിംഗ് സ്ലോട്ട് കിട്ടി വന്നപ്പോൾ തന്നെ. അതും നമുക്കൊരു അനുഗ്രഹമായിട്ട് തോന്നി. കാരണം ഒരേ ഒരു സ്പോട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മളൊരു പൂ വാങ്ങാനായിട്ട് പറഞ്ഞപ്പോൾ ആക്കെയാണ് നമുക്കിത് കാണിച്ചു തന്നത് കേട്ടോ.
അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ നേരെ വന്ന് നോക്കിയപ്പോൾ ഫ്രണ്ടിൽ തന്നെയാണ് കുളം. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട്. സാധാരണ തമിഴ് ആ സ്റ്റൈലിലുള്ളൊരു നല്ല വലിയൊരു ക്ഷേത്രക്കുളമാണ്. കാണാൻ തന്നെ നല്ലൊരു എന്താ പറയുക, ഒരു പ്രത്യേകതയാണ് അത് കാണുമ്പോൾ. ഞാനും കൊടുക്കാറുണ്ട്. മതി മതി. ശരി വാ. ആ കൊടു. കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങൾ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയ സമയത്ത് കുറച്ച് പ്രസാദമൊക്കെ വാങ്ങിയായിരുന്നു കേട്ടോ. നമുക്ക് ഫ്രീ ആയിട്ട് പ്രസാദമൊന്നും കിട്ടിയില്ലായിരുന്നു ഇവിടെ നിന്ന്. അവിടെ ഒരു കൗണ്ടർ ഉണ്ടായിരുന്നു. അവിടെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിക്കണം. അങ്ങനെ ഭയങ്കര പൈസയൊന്നുമില്ല, നിസ്സാര പൈസയേ ഉള്ളൂ. നമ്മളത് കൊടുത്ത് വാങ്ങി. അപ്പോൾ ഇങ്ങനെ ഓരോന്ന് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ അല്ലേ ആഭരണങ്ങളൊക്കെ പുറത്തെടുക്കുന്ന പോലെ ഞങ്ങൾ ഓരോന്ന് എടുത്തുകൊണ്ടിരിക്കുക. പാറു ഭയങ്കര ഊർജ്ജസ്വലതയോടെ ഇങ്ങനെ പറയുന്നുണ്ട് ഓരോ സാധനങ്ങളൊക്കെ. അപ്പോൾ ആദ്യം കാണിച്ച ആ മഞ്ഞ കളറിലത് സൂചിയപ്പം എന്നാണ് പറഞ്ഞത്. ഇതിൻ്റെ പേരെനിക്കറിയില്ല, ഞാൻ ചോദിച്ചില്ല. പക്ഷേ ഞാൻ കാഞ്ചീപുരത്ത് പോയപ്പോൾ ഇത് കഴിച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ വാങ്ങിച്ചതാണ്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു ഉഴുന്നിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ്. ഇതാണ് സൂചിയപ്പം. ഇത് മൈദയാണ്, അതിൻ്റെ ഉള്ളിൽ റവ, ഇങ്ങനെ കേസരിയില്ലേ ആ ഒരു സാധനമുണ്ട്. അത് അടിപൊളി ടേസ്റ്റായിരുന്നു കേട്ടോ. ഇത് നമ്മുടെ ഇപ്പം തന്നെ എനിക്ക് വായിൽ വെള്ളം വരുന്നു. പുളിയോദരയായിരുന്നു. ഈ ടെമ്പിളിൽ നിന്ന് കിട്ടുന്ന പുളിയോദര ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അത് നമുക്ക് ഒരു രക്ഷയില്ലാത്തൊരു ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോയി. അത് കഴിഞ്ഞാണ് അവിടെ നിന്ന് ഇറങ്ങിയത് കേട്ടോ. അപ്പോൾ വരണ വഴി നമ്മൾ ആ ബീച്ച് സൈഡിൽ കൂടെയാണ് വരണത്. ഈ നേരെ നിൽക്കുന്ന ആ ഒരു സ്റ്റാച്ചു കണ്ടോ, അത് കണ്ണകിയുടെ സ്റ്റാച്ചു ആണ് കേട്ടോ. ഇവിടെ എന്നോട് ഷൈചേട്ടൻ പറഞ്ഞു തന്നതാണ് കേട്ടോ. പണ്ട് ജയലളിത ഇവിടെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത്, അമ്മ ആയിരുന്ന സമയത്ത് ഈ ഒരു സ്റ്റാച്യു എടുത്ത് മാറ്റുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കാരണം ഇങ്ങനെ അതിങ്ങനെ ശപിക്കാനായിട്ട് നിൽക്കുന്ന ആ ഒരു ഇതുകൊണ്ട് ഭയങ്കര പ്രശ്നങ്ങളാണ് ഒരു ജോൾസിൻ്റെ വിധിയെഴുത്തനുസരിച്ചിട്ട് പെട്ടെന്ന് മാറ്റി. പിന്നെ മുഖ്യമന്ത്രി മാറി, കരുണാനിധി ആയതിനു ശേഷം വീണ്ടും അതവിടെ സ്ഥാപിച്ചു. അങ്ങനെയൊക്കെ കുറേ കോലിളക്കങ്ങളൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളൊരു സ്റ്റാച്യു ആണ് കേട്ടോ അത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ പോകുന്നപ്പം ഭയങ്കര വെയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബീച്ചിൽ ഇറങ്ങണ്ടെന്ന് തീരുമാനിച്ചു. ബീച്ചിലിപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ കരിഞ്ഞു പോവും, ആ ഒരു രീതിയിലാണ്. അപ്പോൾ കടകളെല്ലാം ഇങ്ങനെ അടഞ്ഞു കിടക്കുകയാണ് കേട്ടോ. വൈകുന്നേരം ഒരു ഉച്ചയാകുമ്പോൾ തന്നെ ഇപ്പം തന്നെ കടകളൊക്കെ പോയി തുറന്നു തുടങ്ങി. ഇത് ലൈറ്റ് ഹൗസാണ് കേട്ടോ. അപ്പോൾ ഞാൻ ലൈറ്റ് ഹൗസ് പെട്ടെന്ന് കണ്ടപ്പോൾ ഒന്ന് ജസ്റ്റ് ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫ്രണ്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ ഈ ബീച്ചിൽ എല്ലാവരും വന്ന് ഇവിടെ വരുന്ന ടൂറിസ്റ്റും, ഇവിടെ ചെന്നൈയിലുള്ള ആളുകൾ തന്നെയാണെങ്കിലും ഇവിടെ ഇഷ്ടം പോലെ ആൾക്കാർ വരും കേട്ടോ. ഈ ബീച്ചിലാണ് ഇവിടുത്തുകാരെ ഏറ്റവും കൂടുതൽ വന്ന് എൻജോയ് ചെയ്യുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ ഗ്രീൻ കളറിലൊരു വെഹിക്കിൾ അകത്ത് കിടക്കുന്നുണ്ടോ ബീച്ചിൻ്റെ, അതിവിടെ ക്ലീൻ ചെയ്യുന്ന ഒരു മെഷീൻസാണ് കേട്ടോ. ഈ ബീച്ച് മൊത്തം ക്ലീൻ ചെയ്യൂരെ. ചെന്നൈയിലെ ബീച്ചിന് ഏറ്റവും എനിക്കൊരു അനുഗ്രഹമായിട്ട് തോന്നിയിരിക്കുന്നത് വളരെ നീറ്റായിരിക്കും. നമ്മുടെ നാട്ടിലെ പലരുടെയും വിചാരം ചെന്നൈയിലെ ബീച്ചസ് ഒന്നും ക്ലീൻ അല്ല എന്നാണ്. പക്ഷേ അത് ഒരു തെറ്റായ ധാരണയാണ്. ഞാനിവിടെ എല്ലാ ബീച്ചിലും അത്യാവശ്യം പോയിട്ടുണ്ട് ചെന്നൈയിൽ. അവിടെ എല്ലാം വളരെ നീറ്റാണ് കേട്ടോ. ഇതുപോലെ മെഷീൻസ് ഉപയോഗിച്ചിട്ടാണ് അവർ ക്ലീനിങ് ചെയ്യണത്. ചെറിയൊരു കരട് പോലും ഇല്ലാതെ അവർ ക്ലീൻ ചെയ്യും ആ മെഷീൻ, മാനുവലി ഒന്നുമല്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പം നമ്മുടെ നാട്ടിലെ ബീച്ചിൽ പോകുമ്പോഴാണ് എനിക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നത്. കാരണം നിറയെ പായലും അതും ഇതുമൊക്കെ ആയിട്ട് കുപ്പികളും പ്ലാസ്റ്റിക്കും ഒക്കെ കിടക്കുന്ന കാണാറുണ്ട്. പക്ഷേ ഇവിടെ മൊത്തം ക്ലീൻ ആക്കും കേട്ടോ. അത് കഴിഞ്ഞ് ആ ബീച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഇവിടെ നിറയെ മീനുകളുണ്ട് കേട്ടോ. ഇവിടെ തന്നെയാണ് ഇവരുടെ ബോട്ടും കാര്യങ്ങളൊക്കെ അപ്പുറത്തെ സൈഡിൽ വെച്ചേക്കുന്നത് കണ്ടില്ലേ. ഇവിടെ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് കുറേ അപ്പാർട്ട്മെൻറ്റുകളൊക്കെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ റോഡിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് തന്നെയാണ്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അവരുടെ ജീവിതമാർഗം ഇതാണല്ലോ. അപ്പോൾ അവർക്ക് ഏറ്റവും ആക്സസ് ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അവിടെ തന്നെ അവർ നേരത്തെ ഇവിടെ ആയിരിക്കാം താമസിച്ചിരുന്നത്. അപ്പോൾ അവർക്ക് കൂടുതലായിട്ട് ഇപ്പം സ്ഥലമൊക്കെ ചെറിയ ചെറിയ വീടുകളാണെങ്കിൽ ബുദ്ധിമുട്ടായിരിക്കില്ല. അതുകൊണ്ടായിരിക്കും വലിയ അപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഗവൺമെൻറ്. അവരൊക്കെ അവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ വളരെ എളുപ്പമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. ഇതൊക്കെയാണ് കേട്ടോ അവർക്ക് ഗവൺമെൻറ് കെട്ടിക്കൊടുത്തിരിക്കുന്ന അപ്പാർട്ട്മെൻറ്റ്സ്. അപ്പോൾ തൊട്ടിപ്പുറത്ത് തന്നെയാണ് മാർക്കറ്റ്, അങ്ങനെ ഫിഷിൻ്റെ മാർക്കറ്റ്. അങ്ങനെ ഞങ്ങളവിടെ ചുമ്മാ ഒന്ന് ഇറങ്ങി നോക്കിയതാണ്. അപ്പോൾ വലിയ ചെമ്മീൻ കണ്ടപ്പോൾ ഞാൻ വാങ്ങിച്ചു കേട്ടോ. വണ്ടിയിൽ വെച്ചിട്ടുണ്ട്.
അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിതാ തിരിച്ചു പോവുകയാണ്. ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു നല്ല വ്ളോഗുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ താങ്ക് യു സോ മച്ച്. ബൈ.